ഭൂമിയുടെ ഘടന. ഭൂമി 3 പ്രധാന പാളികളായി വിഭജിക്കപ്പെടുന്നു: ക്രസ്റ്റ്, മാന്റിൽ, കോർ. ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം, ഏറ്റവും പുറമെയുള്ള പാളി, നമ്മൾ വസിക്കുന്ന ഭാഗം. വൻകര ഭൂവൽക്കവും സമുദ്രഭൂവൽക്കവും എന്നിങ്ങനെ 2 തരങ്ങൾ. സിലിക്കയും അലുമിനിയവും കൂടുതലുള്ളതുകൊണ്ട് ഇതിനെ സിയാൽ എന്ന് വിളിക്കുന്നു. സമുദ്രഭൂവൽക്കത്തിൽ സിലിക്കയും മഗ്നീഷ്യവുമാണ് കൂടുതൽ. അതിനാൽ ഇത് സിമ എന്ന് അറിയപ്പെടുന്നു. ക്രസ്റ്റിനെയും മാന്റിലിനെയും വേർതിരിക്കുന്ന അതിർത്തിയാണ് മൊഹോറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി. മാന്റിൽ ഭൂമിയുടെ ഏറ്റവും കട്ടിയുള്ള പാളി. രണ്ടാമത്തെ പാളിയായ മാന്റിൽ ഭൂമിയുടെ മൊത്തം വ്യാപ്തത്തിന്റെ 84% ഈ പാളിയാണ്. മാന്റിലിലെ കൺവെക്ഷൻ കറന്റുകൾ പ്ലേറ്റ് ചലനങ്ങൾക്ക് കാരണമാകുന്നു. ഈ ചലനങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലെ ടെക്ടോണിക് പ്ലേറ്റുകൾ നീങ്ങാൻ കാരണമാകുന്നു. പ്ലേറ്റ് ടെക്ടോണിക്സ് ഭൂകമ്പങ്ങൾക്കും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും കാരണമാകുന്നു. മാന്റിലിനെയും കോറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയാണ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ഔട്ടർ കോർ അഥവാ പുറക്കാമ്പ്. ഇവിടെ ഇരുമ്പും നിക്കലും ദ്രാവകാവസ്ഥയിലാണ്. കോർ പ്രധാനമായും ഇരുമ്പും നിക്കലും ചേർന്നതാണ്. അതിനാൽ ഇത് നിഫെ എന്നറിയപ്പെടുന്നു. ഇന്നർ കോർ അഥവാ അകക്കാമ്പ്, കട്ടിയുള്ളതും അത്യന്തം ചൂട്ടുള്ളതുമായ ഭാഗം. ഭൂമിയുടെ കാന്തിക മണ്ഡലം രൂപപ്പെടുന്നത് കോറിൽ നിന്നാണ്.